ജീവിതം തന്നെ ഒരു നാടകമല്ലേ. നമ്മളിപ്പോൾ ഒരു ഗൾഫിൽ കിടക്കുന്നവൻ ഇവിടെ വന്ന് അവൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച്, ആ നാടിൻ്റെ ഒരു പ്രത്യേകത നമ്മളെങ്ങനെ നിന്നാലും ഇവിടെയൊക്കെ ചുമക്കും. നമ്മളൊന്നും ചുമക്കൂല. മലയാള സിനിമ എന്ന വലിയ ഒരു സ്വപ്നം, ആ സ്വപ്നത്തിലേക്ക് എനിക്കൊരു അവസരം തന്ന എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് കോമഡി സ്റ്റാർ എന്ന പരിപാടിയിൽ മരിച്ചു കൽപ്പന ചേച്ചി. എൻ്റെ ബിനു അടിമാലി എനിക്ക് എൻ്റെ ബിനു എന്ന് പറയുമ്പോൾ ആളുകളുടെ ഉള്ളിലേക്ക് ഇത് കയറുക. പുള്ളിയുടെ ഒരു ബാല ഉണ്ടാവും, ഈ ബാലയിൽ പരമശിവനൊക്കെ ഞാനാണ്. അന്നെന്ന് പറഞ്ഞാൽ കവളൊക്കെ ഒട്ടിയിട്ട് ഈ കവള് രണ്ടും ഉള്ളിൽ കൂട്ടി കൊണ്ടുവരും. ആ രീതിയിൽ കവൾ ഒട്ടിയിരിക്കണം. എന്നിട്ട് നമസ്കാരം. ഇങ്ങനെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ബിനു അടിമാലി ഇപ്പോൾ സ്റ്റേജിൽ കയറാൻ പോവുകയാണ്. അതിന് മുമ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമസ്കാരം ബിനു. നമസ്കാരം. സ്റ്റേജിൽ കയറുന്ന മുമ്പ് തന്നെ നമ്മളങ്ങ് പൊക്കി. അതെ, നമ്മുടെ പരിപാടിയാണല്ലോ. നമ്മുടെ പരിപാടി റൈറ്റലിൻ്റെ പരിപാടിയാണ്. അതല്ലേ. എനിക്ക് തോന്നുന്നു ഇത്തരമൊരു സംഘടനയൊക്കെ നേരത്തെ തൊട്ട് നല്ല ആക്റ്റീവ് ആകേണ്ടതാണ്. എന്നും ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നവരാണല്ലോ ഈ കലാകാരന്മാർ. എഴുതുന്നവരുടെ ഒരു കഴിവ് വേറെയാണല്ലോ അല്ലേ. അവരൊക്കെ മുന്നിലേക്ക് വരേണ്ട സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നില്ലേ? പിന്നല്ലേ. അല്ലത് ഈ സത്യത്തിൽ എഴുത്തുകാരുടെ ഒരു ഭാവന, ഈ നമ്മുടെ കുറേ കൂട്ടുകാർ പറഞ്ഞ ഒരു അറിവെന്ന് വെച്ചാൽ, ഒരു നടൻ്റെ ബാക്കിൽ പറയാനായിട്ട് ഡയറക്ടറുണ്ട്. അതെ. അത് കഴിഞ്ഞാൽ അവിടെ സപ്പോർട്ട് ചെയ്യാനൊരു തിയേറ്ററുണ്ട്, ഓഡിയൻസ് ഉണ്ട്, ഒരുപാട് പ്രൊഡ്യൂസറുണ്ട്. എഴുത്തുകാരൻ്റെ ഫ്രണ്ടിൽ ശൂന്യത മാത്രമേ ഉള്ളൂ. ശരിയാണ്. സൃഷ്ടാവ് ഇതൊരു ത്രെഡ് പിടിച്ച് ചിലപ്പോൾ അവൻ്റെ ഒരു 10 വർഷത്തേക്ക് ഒരു പ്രയത്ന ഫലമായിരിക്കും ഒരു എഴുത്തെന്ന് പറഞ്ഞ സംഭവം. അത് നമുക്ക് നമിക്കാതിരിക്കാൻ പറ്റാത്തൊരു വലിയ സംഭവം. 10 വർഷത്തെ അധ്വാനമാണ്. ഒരു നിമിഷം കൊണ്ട് ഡയറക്ടറിൻ്റെ അടുത്ത് പറയുന്നു, ഇഷ്ടപ്പെടുന്നു, അവർ പോയിട്ട് ഒരു 1 ലൈൻ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പറയുന്നു, അത് 1 ലൈൻ പോയി ആക്ടറുടെ അടുത്ത് പറയുന്നു, ഉടനെ സിനിമയാവുന്നു അല്ലേ. ഇവരറിയുന്നില്ല ആരും ഇതിൻ്റെ ഈ ബാക്കിലെ കഷ്ടപ്പാട്. എഴുത്ത് ഫസ്റ്റ് അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു വലിയ കാര്യമാണ്. റൈറ്റൽ സംഘടന, മിമിക്രിയുടെ ഈ ഇതിനകത്ത് തന്നെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും തന്നെ ആർട്ടിസ്റ്റുകളുമാണ്. അതെ അതെ. എല്ലാവരും എഴുത്തുകാരുമാണ്. അതെ അതെ. പിന്നെ ഈ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ഇതിൻ്റെ വക്രബുദ്ധികളിലേക്കും ചിന്തിക്കാത്തത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ എഴുതി വെച്ചേക്കണ പല ആളുകളും വലിയ വലിയ തലങ്ങളിൽ എത്തേണ്ട ആളുകൾ. തീർച്ചയായിട്ടും. അപ്പം ഇന്ന് തന്നെ ഇപ്പോൾ ഈ നമ്മുടെ പ്രോഗ്രാം തന്നെ പുതിയ വരുന്ന ആളുകൾക്ക് ഒരവസരമാണ്. അതാ റൈറ്റൽ എന്ന് പറയുന്ന ആ ചിന്തയാണ്. അതെ. സാധാരണ ഇപ്പോൾ തന്നെ ഓൾറെഡി വർക്ക് കുറവാണ്. പല സോഷ്യൽ മീഡിയയും സംഭവമൊക്കെ വന്നുകൊണ്ട് വർക്ക് കുറവാണ്. അപ്പോഴും പുതിയ ആളുകൾ വരട്ടെ എന്നുള്ള ഒരു ചിന്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ മനസ്സാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ബിനു പറഞ്ഞപ്പോൾ ഇവർക്ക് തന്നെ അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ ആ ഒരു മനസ്സ്, വലിയ മനസ്സാട്ടോ ബിനു പറഞ്ഞ പോലെ. നമുക്കേ പരിപാടിയില്ല, ഇനി എന്തിനാ ഒരാൾ വന്ന് നമ്മുടെ കഞ്ഞിയിൽ പാറ്റിയിടുമെന്ന് ആ ഒരു ചിന്താഗതി ഇല്ല. ഇല്ല. അത് വലിയൊരു പോയിന്റാണ്. പിന്നെ അവിടെ നിന്ന് വന്ന എല്ലാ ആളുകളും അങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ള ആളുകൾ അവരാണ്. അതുകൊണ്ടാണല്ലോ പുതിയ പുതിയ ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കണേ. പിന്നെ ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ എഴുതുന്ന ആ ഏത് സ്കിറ്റ് ആരാ ചെയ്യണമെന്ന് വെച്ചാൽ ആ സ്കിറ്റിനനുസരിച്ചിട്ട് ആ ആർട്ടിസ്റ്റ് എന്തൊക്കെ ചെയ്യും എന്ന് ഇവർക്ക് അറിയാം. ഇപ്പോൾ എല്ലാ റൈറ്റർമാരും അതൊക്കെ തന്നെ. ഒരു സിനിമ ഒരു മനസ്സിൽ കാണുമ്പോൾ ഇന്ന ആൾ ചെയ്താൽ ഇത് അവിടെ സക്സസ് ആയിരിക്കും എന്ന് ഉദ്ദേശിച്ചിട്ടാണ് എഴുതുന്നത്. അത് കറക്റ്റായിരിക്കും. പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ ഇടിച്ചുകയറ്റം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതിന് എല്ലായിടത്തും അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. അങ്ങനെ ഇടിച്ചു കയറാത്ത ഒരു കുറച്ച് വലിയ മനസ്സിനുള്ള ഉടമകളാണ് ഈ പാവം റൈറ്റൽ മിമിക്രിയിലെ ആളുകളുടെ. ഈ ബിനു എഴുതാറില്ലേ? ഞാൻ എഴുതാറുണ്ട്. ബിനു ഈ സ്കിറ്റുകൾ എഴുതുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു ഐഡിയ വരുവാണല്ലോ. ഇപ്പം ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇപ്പം എൻ്റെ മുമ്പേ ഇരിക്കും ബിനുവിനൊരു ഐഡിയ വരും, ഇങ്ങനെ ഒന്ന് എഴുതിയാൽ കൊള്ളാം അല്ലേ. ഇപ്പം എൻ്റെ എന്തെങ്കിലും വാക്കിൽ നിന്ന് എനിക്ക് ഒരു ത്രെഡ് കിട്ടും അല്ലേ. അങ്ങനെ പെട്ടെന്ന് എഴുതിയിരിക്കുന്ന ഒരു സ്കിറ്റ് ഓടുക്കുകയാണെങ്കിൽ ഏതായിരിക്കും ഓർത്ത് വരിക? നമ്മളുടെ ഉള്ളിൽ ഈ കാര്യം കോമഡിയെ പറയണമെങ്കിലും ഒരുപാട് കനലുകളും എല്ലാ കലാകാരന്മാരുടെയും അവർക്ക് പറയാൻ ഒരുപാട് നൊമ്പരങ്ങളും ഇതിനകത്ത് കോമഡികളും എന്നറിഞ്ഞിട്ടുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കുമല്ലോ. ഇപ്പം മരണ വീട്ടിൽ ചെന്നാലും അതിനകത്തൊരു ഹ്യൂമർ കിട്ടുമെന്ന് നോക്കും. ഈ മിമിക്രി എഴുത്തുകാരുടെ പ്രത്യേകത ആദ്യം അവരെ എന്തിനേയും കാണുമ്പോൾ ഒരാൾ തെന്നി വീണപ്പോൾ അതിൻ്റെ ഹ്യൂമറാണ് നമ്മൾ ശ്രദ്ധിക്കുള്ളൂ അല്ലേ. എന്ന് പറഞ്ഞ പോലെ
ഞാൻ നമ്മുടെ രസികരാജ നമ്പർ 1 മിന്നും താരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെയായിരുന്നു നമ്മുടെ ഫുൾ സ്ക്രിപ്റ്റ്. നമ്മൾ തന്നെയായിരുന്നു, വേറെ ആരും എഴുതാനില്ല. ഇപ്പോഴാണ് നമുക്ക് എഴുതാൻ ഒക്കെ സുഹൃത്തുക്കൾ. അങ്ങനെയാണെങ്കിലും നമ്മൾ എഴുതാൻ സുഹൃത്തുക്കളുണ്ടെങ്കിലും അവരെഴുതാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചുമ്മാ ഇരിക്കില്ല. ആ ഒപ്പം തന്നെ ആ കൂടെ ഇരിക്കും നമ്മളും. അപ്പം അവർ പറഞ്ഞ സംഭവം അതൊക്കെ ഇങ്ങനെ ചെയ്താലോളിയാ, ഇങ്ങനെ ചെയ്യാലെന്ന് പറഞ്ഞ് അത് മാക്സിമം ഡെവലപ്പ് ചെയ്ത് മാക്സിമം അത് കയറ്റിക്കൊണ്ടെന്നാണ് ലാസ്റ്റ് റിസൾട്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന സ്ഥലത്ത് കൊടുക്കണം. അല്ല, അങ്ങനെ എഴുതി പറഞ്ഞ ഓർമ്മ വരുവാണെങ്കിൽ അതായിരിക്കും. നമ്മൾ ഒത്തിരി എഴുതിയിട്ടുണ്ടല്ലോ, ഓർമ്മയിൽ വരുന്ന ഒരു സാധനം ഇങ്ങനെ എവിടെയെങ്കിലും ഇപ്പോൾ നേരത്തെ പറയില്ല, മരണ വീട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വീഴുമ്പോൾ നമുക്ക് അവരുടെ ദുഃഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കോമഡി കിട്ടുമെന്നാണ് നോക്കുന്നത്. അങ്ങനെ എവിടെയെങ്കിലും കിട്ടിയ ഒരു സാധനം ഉണ്ടാവില്ലേ? ഒരുപാട്, എത്ര വർഷമായി, ഇഷ്ടം പോലെ ഉണ്ട്. അതിനകത്ത് ഞങ്ങൾ ഓണത്തിന് ചെയ്തൊരു ഒരു സ്കിറ്റ്, അതായത് ഈ നിർധനായ ഒരച്ഛൻ, കണ്ണ് കാണാൻ വളർത്തൊരമ്മ, ഒരു അനിയത്തി. ഇവക്ക് ഇത് ത്രെഡ് സീരിയസ് ആണെങ്കിലും ഹ്യൂമറായിട്ട് അവതരിപ്പിച്ചാണല്ലോ നമുക്ക് കയ്യടി കിട്ടുള്ളൂ ചാനലിൽ. അങ്ങനെ ഞങ്ങളൊരു കോമഡി സൂപ്പർ നൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ചെയ്യുന്ന സമയത്ത് ഒരു ത്രെഡ് ഇങ്ങനെ, കാരണം ആശയദാരിദ്ര്യം വരും, എല്ലാവരും ചിന്തിക്കണൊക്കെ ഒരേ ത്രെഡുകളൊക്കെ ആയിരിക്കും പറഞ്ഞ്. നമ്മളെ ഗ്രൂമേഴ്സിനെ കേൾക്കുമ്പോഴൊക്കെ ഇത് മറ്റവൻ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. അപ്പം അത്രയ്ക്ക് ആശയദാരിദ്ര്യമാണ്. ഈ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ റൂട്ടങ്ങ് മാറും. ഏതൊരു വീട്ടിലും ഒത്തൊരുമയായിട്ട് നിന്നാലും കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവിടെ തീരും ആ ചേട്ടനനിയൻ ബന്ധങ്ങളും ഇതെല്ലാം. അത് പണ്ടത്തെ ഒരു ഇതിൽ നിന്നുള്ളതും വേറെ മാറും. അവൻ്റെ കാര്യം വേറെ ഫാമിലി ആയത് ആ ഒരു സംഭവത്തിൽ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞങ്ങളൊരു സ്കിറ്റ് ചെയ്താൽ, ഞാൻ സ്കിറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഒരു കൈകെട്ടുകളി തിരുവാതിരയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണമ്പോൾ എൻ്റെ ഹസ്ബൻഡ് വരുന്നു പറഞ്ഞാൽ, ഈ പ്രാവശ്യം ഇതുപോലെ കളിച്ചാൽ അടുത്ത ട്രോഫി നമ്മുടെ കട്ടിലിനടിയിലിരിക്കും. അലമാരി സ്ഥലമില്ലല്ലോ, കട്ടിലിനടിയിലിരിക്കും. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് ഈ ഭാര്യയുടെ പൊങ്ങച്ചം കാരണം അപ്പന് പാറമടയിൽ, അമ്മയ്ക്ക് മിറ്റിലടി, അമ്മയുടെ അച്ഛന് തെങ്ങുകയറ്റം, സുഖമില്ലാത്തൊരു പെങ്ങളുമുണ്ട്. ഇവരെയൊക്കെ ഇട്ടിട്ട് ത്രെഡാ, മനസ്സിൽ ചിന്ത വരുമല്ലോ. അങ്ങനെ പട്ടണത്തിൽ വന്ന് താമസിക്കുക. ശ്രീനിവാസൻ ചേട്ടനൊക്കെ ചെയ്ത ഒരു സംഭവമാണത്. അതിൻ്റെ ഹ്യൂമറിൻ്റെ വേറൊരു സംഭവം. അപ്പം ഈ മറ്റേ VIP കോളനി താമസിക്കുക. കോളനി താമസിക്കുക അച്ഛൻ ഇവൻ VIP കോളനിയിലാണ്. ഇവർ പറഞ്ഞേക്കണത് വേറെ കൂട്ടാ. ഇവർ പറഞ്ഞു വെച്ചേക്കണേ അച്ഛൻ അവിടുത്തെ ജില്ലാ കളക്ടറാന്നൊക്കെയാണ് പറഞ്ഞു വെച്ചേക്കണേ. അച്ഛൻ ഓണമായിട്ട് വലിയൊരു പടവലങ്ങയും ചേനയും മത്തങ്ങയായിട്ട് ഹൈ റേഞ്ചിൽ നിന്ന് വരുക. അപ്പം അങ്ങനെ ഈ അച്ഛൻ കളക്ടറാന്ന് വന്നിട്ട് ഈ അച്ഛനാണല്ലോ വരുന്നേ. ഈ അച്ഛൻ വന്ന ഈ പുള്ളിയുടേതായ ഒരു ലോക്കലിസം, 2 അഴിച്ച് കഴിയുമ്പോൾ പുള്ളിയുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ഇതെല്ലാം ഉണ്ടായിട്ട് അച്ഛൻ തിരിച്ചു പോവുക. അച്ഛനെ ഭാര്യ ഇൻസൾട്ട് ചെയ്യും, വിഷമം വന്നിട്ടേ. അപ്പോൾ ഭാര്യ ഇതിനകത്ത് ത്രെഡ് സീരിയസ് ആണെങ്കിൽ ഹ്യൂമറായിട്ട് തിരിഞ്ഞു പോയിട്ട് ഈ മോൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു വേദന ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ വൈഫിൻ്റെ ഉള്ള ദേഷ്യത്തിന് അച്ഛൻ എന്തിനാ ഇപ്പം എങ്ങ് വന്നേ, അച്ഛനെ വിളിക്കുക, അച്ഛൻ എന്തിനാ ഇപ്പം വന്നേ, എന്നെ നാണം കെടുത്താനോട്ടോ, ഞാൻ എവിടെയെങ്കിലും പോയി ജീവിക്കൂലേ, അച്ഛന് തരാനുള്ള അമ്മയ്ക്ക് തരാനുള്ള ഞാൻ അവിടെ തരൂലോ, പിന്നെ എന്തിനാ ശല്യം ചെയ്യാനായിട്ട് ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് ചോദിക്കുമ്പം പുള്ളി ചോദിക്കുക, നീ എന്നെ പറഞ്ഞ ഞാനങ്ങോട്ട് വന്നില്ലല്ലോ, ഞാൻ നിൻ്റെ മാനം കെടുത്താടാ, നിന്നെ ഞാനാ വളർത്തി വലുതാക്കിയെങ്കിലും നിൻ്റെ മാനം കെടുത്താൻ ഞാനവിടെ വന്നിട്ടില്ല. അപ്പം അച്ഛൻ വന്നില്ലേ, പിന്നെ ആരാ അവിടെ വന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ മാവേലി വെച്ച് നിൻ്റെ തലയ്ക്കകത്ത് മനുഷ്യ താമസം ഉണ്ടാവാൻ ഞാൻ നിന്നൊരു സ്വപ്നം കാണിച്ചെന്നേ ഉള്ളൂ, നിൻ്റെ അച്ഛനിവിടെ വന്നിട്ടുമില്ല, നിൻ്റെ അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മുൻപ് എടീ ഇവനങ്ങ് പ്രഷർ കയറി. ഈ മറ്റൊരാളുടെ താളത്തിനകത്ത് തുള്ളുമ്പോൾ നമ്മുടെ ഉള്ളിലെ ബ്ലഡ് അവിടെ കിടക്കണതിൻ്റെ പേരിലുള്ള നമുക്ക് ഓണം അടിച്ചു പൊളിക്കണം. അതെ ചേട്ടാ, നമുക്കിവിടെ ഈ ഹൗസിംഗ് കോളനിയിൽ ഓണം അടിച്ചു. ഇവിടെയല്ല, എൻ്റെ നാട്ടിൽ ഞാൻ കളിച്ച് വളർന്ന കുളവും കുളിച്ച പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് വന്നിട്ട് അതിന് നമ്മൾ ഹ്യൂമറായിട്ട് ചെയ്തു വരും. അതിൽ വേദനയുണ്ട്, വേദനയാണല്ലോ, അതാണ് നമ്മൾ ഹ്യൂമറിലൂടെ പറഞ്ഞു പോകുന്നത്. മറ്റേ ഈ ശ്രീചേട്ടനും ഋഷി ചേച്ചിയാണ് അങ്ങനത്തെ ആ സിനിമയാണ് എനിക്ക് ഓർമ്മ വന്നത്. അല്ല, നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു സിനിമയാണ് ഓർമ്മ. ഇതെല്ലാം അത് പ്രചോദന. അതെ 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 അല്ലേ? ഏതാളുകൾക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു വലിയ, ഏത് ചാർലി ചാപ്ലിന് വരെ
കരയാൻ പുള്ളി അത് പറഞ്ഞു ബില്ല് മഴയത്ത് വാവിട്ട് കരഞ്ഞു പോയിട്ടുണ്ടൊക്കെ തന്നെ. കരച്ചിലാണ് ബേസിക്. അതാണ് ആളുകളുടെ കാഴ്ചപ്പാടിലല്ലേ നമ്മളൊക്കെ പലതുമാണെന്നുള്ള തോന്നിക്കൽ. ബേസിക്കൽ എല്ലാം അതൊക്കെ തന്നെ. ഇപ്പം നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പല വേദനകളുണ്ടാവും. പിന്നെ പക്ഷെ അതെല്ലാം മറച്ച് വെച്ചുകൊണ്ടാണ് നമ്മളിരിക്കുന്നത്. ആർട്ടിസ്റ്റുകളെല്ലാം അങ്ങനെയല്ലേ. ആർട്ടിസ്റ്റുകളല്ല അത്. പിന്നെ ആളുകളുടെ മുമ്പിൽ ഇവർ പിന്നെ സിനിമാ താരങ്ങൾ മറ്റുള്ള ആളുകളായതുകൊണ്ട് ഇവരെ പെട്ടെന്ന് അറിയുന്നു. ഞാൻ അറിയാത്ത എത്രയോ പേരുകളുണ്ട് അല്ലേ. അപ്പോൾ അതാണ് നമ്മളുടെ ജീവിതം തന്നെ ഒരു നാടകമല്ലേ. തീർച്ചയായിട്ടും അത്. നമ്മളിപ്പോൾ ഒരു ഗൾഫിൽ കിടക്കുന്നവൻ ഇവിടെ വന്ന് അവൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് എൻ്റെ ഭാര്യയും മക്കളും നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ദുഃഖങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടല്ലേ നമ്മളിവിടെ എല്ലാം കാണിക്കണേ. പക്ഷെ അവരത് അറിയുന്നില്ല. പക്ഷെ അവരത് അറിയിക്കണം. അതാണ് അതിൻ്റെ സത്യം. അറിയിക്കേണ്ടതാണ്. അറിയിക്കണം. എങ്കിലും നമ്മൾ അറിയിക്കാതിരിക്കണതാണ് അത് നമ്മളുടെ. അവരെ ഞാനോ അനുഭവിക്കുക അവരെങ്കിലും അനുഭവിക്കാതിരിക്കട്ടെ എന്നുള്ളൊരു ചിന്തയിലല്ലേ അവരത് പറയാതിരിക്കണേ. അതെ 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 സത്യത്തിൽ അത് പറയണം. അവരുടെ വിചാരം എൻ്റെ അച്ഛൻ അവിടെ നിന്ന് കുലിക്കും മറിച്ച് ഭൂകര ഫുഡും കഴിച്ച് തകർക്കുവാന്ന വിചാരം. ഓരോ ഗൾഫുകാരനും പറയാനുള്ള ഓരോ കഥകളും കേട്ടാൽ നമുക്ക് ഒരുപാട് സിനിമകൾ ഇവിടെ ഇറങ്ങും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒരു ആടുജീവിതമൊന്നും അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് സിനിമകൾ ഇറങ്ങും. ഒരുപാട് അത് പുറത്ത് പറയില്ല. അന്നൊരു സ്പ്രേ അടിച്ച് പിന്നെ ആ നാടിൻ്റെയൊക്കെ ഓരോ നാടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കറക്കൂല. അവിടുത്തെ ഒരു അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകതയാണ്. അവർ വെളുത്ത് തുടുത്തിരിക്കുക. അതാണല്ലോ ബേസിക്കലി. വെളുത്ത് തുടുത്തിരിക്കണവനൊക്കെ കാശുകാരനും കറുത്തിരിക്കണവൻ ദരിദ്രനും എന്നുള്ളൊരു കൺസെപ്റ്റാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ ആ നാടിൻ്റെ ഒരു പ്രത്യേകത. നമ്മളെങ്ങനെ നിന്നാലും ഇവിടെയൊക്കെ ചുമക്കും. നമ്മളൊന്നും ചുമക്കൂല. എനിക്കൊന്നും അടിമാലിയിൽ നിന്നുള്ളൊരു യാത്ര അല്ലേ, ഒന്നും എവിടെയും എത്തുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു യാത്ര അല്ലേ. ആരും കൈപിടിച്ച് ഉയർത്താനുണ്ടായിരുന്നില്ല. ബിനുവിൻ്റെ ഒറ്റയ്ക്കുള്ളൊരു യാത്രയാണ്. ആ യാത്രയിൽ പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട്. എന്നും ഒരു ഹെൽപ്പായിട്ട് എന്ന ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ബിനു ആരെ പറയാൻ പറ്റും? എനിക്ക് ഒരുപാട് പേരുടെ കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് പേര് നമ്മളെ എന്നുവെച്ചാൽ ഞാൻ മിമിക്രി കളിക്കാൻ ചെല്ലുന്ന ട്രൂപ്പിൽ നമ്മളെ അംഗീകരിച്ചില്ലെങ്കിൽ നമ്മളവിടെ തീരുക. നമ്മുടെ ഹ്യൂമറിനെ അവരാസ്വദിച്ചില്ലെങ്കിൽ നമ്മളവിടെ തീരുക. കലാഫീൽഡിൽ ഇപ്പോൾ റൈറ്റലിൻ്റെ തന്നെ അല്ലെ മിമിക്രി ഫീൽഡിൽ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ വരുമ്പോൾ നമ്മൾ പറയുന്ന കോമഡികൾ, ആ കോമഡി അവർ മനസ്സുകൊണ്ട് ഇത് ചിരിച്ചു കഴിഞ്ഞാൽ അവനങ്ങ് കയറി പോകുമല്ലോ എന്ന് ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല. നീ കളിച്ച സ്കിറ്റ് നന്നായിരുന്നുടാ എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത സ്കിറ്റ് അതിൽ നന്നാക്കി കളിക്കാനുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടുക. മോശമായി നിന്നൊരു തോന്നൽ വന്നാൽ നമ്മൾ അവിടെ തീരുക. എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പേ വന്ന നമ്മൾ ബന്ധപ്പെട്ട ഒരുപാട് കലാകാരന്മാർ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ പറഞ്ഞ എന്നെ അതിപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതൊരിതാവും. ഞാൻ കോമഡി സ്റ്റാർ എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യുമ്പോൾ മണിയമ്പള രാജചേട്ടനൊക്കെ ഒരുപാട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു സ്കിറ്റ് മോശമായ നമ്മളെ വല്ലാണ്ടാക്കി വർത്താനം പറയും. നല്ലതാണെങ്കിൽ അസാധ്യമായിരുന്നു, നല്ല സംഭവമായിരുന്നു. ആ മനുഷ്യനാണ് എന്നെ ആദ്യമായിട്ട് മലയാള സിനിമ എന്ന വലിയ ഒരു സ്വപ്നം, ആ സ്വപ്നത്തിലേക്ക് എനിക്കൊരു അവസരം തന്ന എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് മണിയമ്പള രാജ് സാറ്. ആ ചേട്ടൻ ഞാൻ വിളിക്കാറില്ല. എനിക്കതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ടെങ്കിലും അതൊരു പ്രോട്ടോക്കോളായിട്ട് അവിടെ നിൽക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ മരിച്ചുപോയ കൽപ്പന ചേച്ചി. നമ്മൾ ഓരോ ആർട്ടിസ്റ്റ് നമ്മൾ വരുമ്പോൾ ഇന്നും പല ആർട്ടിസ്റ്റുകളുടെയും പേരെന്താണെന്ന് അറിയില്ല, കഥാപാത്രങ്ങളിലൂടെ അവരറിയുള്ളൂ. ബിനു അടിമാലിന്ന് ഏറ്റവും കൂടുതൽ കോമഡി സ്റ്റാർ എന്ന പരിപാടിയിൽ മരിച്ചുപോയ കൽപ്പന ചേച്ചി. എൻ്റെ ബിനു അടിമാലി എനിക്ക് അയ്യോ എൻ്റെ ബിനു എന്ന് പറയുമ്പോൾ ആളുകളുടെ ഉള്ളിലേക്ക് ഇത് കയറുക. അങ്ങനെ അവർ നമ്മുടെ ബാനർ പറയാൻ. പിന്നെ ചേച്ചി പറയും അതൊന്നും കുഴപ്പമില്ല, പിന്നെ എത്ര സൂപ്പർ ഹിറ്റ് പടങ്ങൾ ചീറ്റിപ്പോണു, അതൊന്നും വിഷമിക്കണ്ട കേട്ടോ മറ്റുള്ളവർ കുറ്റം പറയുമ്പോഴും. അങ്ങനെ അവിടെ നിന്ന് പോന്നാൽ നമ്മളുടെ കൂട്ടുകാരുടെ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു സുഖമില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് ഇനി 1 കോടി രൂപ കിട്ടിയാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനങ്ങ് പോരും. ഉള്ള സ്നേഹം കളയുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പോരും. കുറച്ച് അധികമൊന്നും ആഗ്രഹിക്കണില്ല, പട്ടിണി കിടത്താതിരുന്നാൽ മതി. കലാഫീൽഡിൽ വന്നിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇന്നത് വേണോ അങ്ങനെ കോടികളെ സമ്പാദിക്കണം ഭീകരണം അങ്ങനെയൊന്നുമില്ല. കിട്ടിയത് കൊണ്ട് ഇതുപോലെ നമ്മൾ ഷോ കാർഡിൽ പടം വരാൻ മാത്രം ആഗ്രഹിച്ച ആളാണ് ഞാൻ.
പണ്ടത്തെ ഷോക്കാണ്. ഞാൻ ഹൈ റേഞ്ചിലല്ലേ കിടക്കണേ. ഇവിടെയുള്ള ഷോക്കാടൊക്കെ എറണാകുളത്തൊക്കെ വരുമ്പോൾ കാണുമ്പോൾ ഞാൻ ഇതിനകത്ത് കാണുന്നവരൊക്കെ ഇപ്പോഴും എൻ്റെ അത്ഭുത പ്രതിഭകളാണ്. ഇപ്പോഴും ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോഴും എനിക്ക് അവരെ കാണുമ്പോഴൊക്കെ പോലും നമുക്ക് അത്ഭുതമാണ്. കാരണം ഇവരൊക്കെ വലിയ സംഭവങ്ങളല്ലേ. അവരിപ്പോഴും അങ്ങനെ വലിയ സംഭവങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ കുറച്ച് സന്തോഷങ്ങളും ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ. ഏറ്റവും ആദ്യം പോയി ചേർന്ന ട്രൂപ്പ് ഏതാണ്? ഞാൻ ആദ്യമായി ചെയ്ത ട്രൂപ്പ് അടിമാലി സാഗര എന്നും പറഞ്ഞത്. അടിമാലി തന്നെയാണ്. ഫൈസൽ അടിമാലി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. അവൻ ഇപ്പം കേരളത്തിലെ ഡയറക്ടറാണ്, സീരിയൽ ഡയറക്ടറാണ്. അത് അവന് പുള്ളി ആണ് ആദ്യത്തെ ഒരു ട്രൂപ്പ് ഫോം ചെയ്യാനായിട്ടുള്ള എല്ലാ സംഭവവും ചെയ്തത്. അപ്പോൾ അവൻ ഷൈജോ അടിമാലി എന്നും പറഞ്ഞൊരു കൂട്ടുകാരുണ്ട്. അവനുമായിട്ട് കൂട്ട ആദ്യം. ആ കൂട്ട് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ എടാ നമുക്ക് ട്രൂപ്പ് ഫോം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഷൈജോ എന്നെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ, കാരണം സ്കൂള് വിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് ഹ്യൂമർ പറയാൻ തുടങ്ങിയാൽ, കാരണം എല്ലാവർക്കും ഒരേ സെൻസാണ്. നമ്മളങ്ങ് തമാശ പറയാൻ ഞങ്ങൾ തന്നെ ചിരിക്കുക, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം പറഞ്ഞുകൊണ്ട് നമ്മുടെ ട്രൂപ്പ് തുടങ്ങിയല്ലോ. അപ്പോൾ നമ്മൾ ട്രൂപ്പൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഏതെങ്കിലും അമ്പലപ്പറമ്പിൽ ചെന്ന പരിപാടി കിട്ടില്ല, തരില്ല. അപ്പോൾ ഞങ്ങൾ അടിമാലി ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഒരു പരിപാടി, ഞങ്ങളുടെ അവിടുത്തെ ഒരു ഉത്സവമാണ് അടിമാലി ഫെസ്റ്റ്. അങ്ങനെയൊക്കെ അന്നേരമൊക്കെ ഞങ്ങൾ താരങ്ങളെയൊക്കെ കാണുന്നത്. അവിടെയൊക്കെ ഏതെങ്കിലും ഗസ്റ്റുകളെ കൊണ്ടുവരുമ്പോഴാണ് ഞങ്ങൾ സിനിമാ താരങ്ങളെ കാണുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പം അവിടെ ഞങ്ങളൊരു ഷോ ചെയ്യും. ഞങ്ങൾ ചെയ്താൽ കേൾക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൊച്ചിൻ സരിക എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ട്രൂപ്പിൽ സെവനായിട്ട് ജയകുമാർ എന്ന് പറഞ്ഞ ആൾ, ജയകുമാറിൻ്റെ ആണ് ട്രൂപ്പ്. ജോയി തായ്ത്തറ, ജോയി കുട്ടമ്പുഴ എന്ന് പറയും, ജോയി ചേട്ടൻ, ശശിയേട്ടൻ, ലാലങ്കമാലി, പ്രശാന്ത് ഏട്ടൻ, ഇങ്ങനെയുള്ള വലിയ ആളുകളെ ഇവനറിയാം. ഈ ഫൈസൽ അടിമാലിക്ക് അവനിങ്ങനെ ഇറങ്ങി നടക്കണോണ്ട് അവനറിയാം. നമ്മൾക്ക് അങ്ങനെ വലിയ ആരും അറിയില്ല. അപ്പം ഇവൻ്റെ കൂടെ ഞങ്ങളൊക്കെ ചെന്ന് ഈ വലിയ ആളുകളെയൊക്കെ കണ്ട് അവരെ പ്രോഗ്രാമൊക്കെ, അടിമാലിയിലൊരു പ്രോഗ്രാം ഞങ്ങൾ പിടിച്ചു. അവർക്കുള്ള പേയ്മെൻറ്റ് മാത്രം, ഞങ്ങൾക്ക് പേയ്മെൻ്റ് ഇല്ല. അപ്പോൾ അവർക്കുള്ള പേയ്മെൻറ്റ് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചു. അവർക്കുള്ള ഭക്ഷണമൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് അവരെ പ്രോഗ്രാമിന് വിളിച്ചിട്ട് അവരുടെ സ്കിറ്റിൽ ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തി. ഞങ്ങളാണോ പരിപാടി പിടിച്ചത്. അപ്പം ഞങ്ങളെ ഉൾപ്പെടുത്തി കഴിഞ്ഞപ്പം ഈ ആർട്ടിസ്റ്റുകൾക്ക് എൻ്റെ ഷൈജോ അടിമാലിയുടെയും പെർഫോമൻസൊക്കെ ഇഷ്ടപ്പെട്ടു. ആദ്യം ഷൈജോ ആണ് എറണാകുളം ജില്ലയിലേക്ക് പ്രോഗ്രാമിന് വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം അവർക്ക് ഞങ്ങളങ്ങ് ഇഷ്ടപ്പെട്ടു പ്രോഗ്രാം. അതിനൊക്കെ ഇവരുടെ പയ്യനൊന്നും കൊള്ളാലോ. ഇനി ഞങ്ങൾക്ക് ഓരോ സ്കിറ്റുകൾ അവർ കളിച്ചുകൊണ്ടിരുന്നത് തരുക. അവർ കളിച്ചുകൊണ്ടിരുന്ന സ്കിറ്റിൻ്റെ ഓരോ ഭാഗങ്ങൾ, വേഷങ്ങൾ ഞങ്ങൾക്ക് തരുക. എന്തായിട്ട് അങ്ങനെ തന്നെ വെച്ചാൽ ഞങ്ങൾ കളിക്കണേക്കാളും നന്നായിട്ട് നിങ്ങൾ കളിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കളിച്ചോളാൻ പറഞ്ഞു തരുന്നത് കുട്ടമ്പുഴ ജോയിച്ചേട്ടൻ, ഈ പറഞ്ഞ ശശി പിണ്ടിമന ശശിയേട്ടൻ, ജയകുമാരേട്ടനാണ് അതിൻ്റെ ഓണർ. അപ്പം ഇങ്ങനെ തരുമ്പോൾ നമുക്ക്, അപ്പം നമ്മൾ ആർട്ടിസ്റ്റായി എന്നുള്ള രീതിയിൽ നമ്മളും പെർഫോം ചെയ്യും. അതൊരു പ്രചോദനം, അതൊരു ഊർജ്ജമാണ് അത്. അപ്പം ഞങ്ങളിങ്ങനെ പെർഫോം ചെയ്യും. അതൊക്കെ ജീവിതത്തിലൊരു നിമിത്തമാണ്. അപ്പം അങ്ങനെ നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ എടാ നീ മറ്റേ സംഭവം ഇങ്ങനെ ഇവർ പറയുമ്പോൾ നമ്മൾ വീണ്ടും കയ്യിൽ നിന്നിടാൻ ശ്രമിക്കുക. അങ്ങനെ ഞങ്ങൾ കൊച്ചിൻ സാഗര എന്ന് പറഞ്ഞ ട്രൂപ്പിൽ നാസർക്ക എന്ന് പറയുന്ന ഒരു ആളാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. പുള്ളിയുടെ വീട്ടിലാണ് ട്രൂപ്പ്. പുള്ളിക്ക് ഒരുപാട് ഇതുണ്ട്, വാടകയ്ക്ക് കൊടുക്കണ റൂമുകളുണ്ട്. അതിലൊരു റൂം ഞങ്ങൾക്ക് തന്നെ. പുള്ളി ഓട്ടോറിക്ഷ ഓടിക്കും, സാമ്പത്തികമുള്ള ടീമാണ്. അതിൽ ഓട്ടോറിക്ഷ ഓടിച്ച് പുള്ളി ഇപ്പോൾ ഗൾഫിലാണ്, നാസർക്ക. അപ്പം നാസർക്ക പ്രൊഡ്യൂസ് ചെയ്ത, പ്രൊഡ്യൂസൊന്നും ഇല്ലെന്നേ, ഒന്നുമില്ല. നമ്മളെ അടിമാലിയിൽ കുറേ കലാകാരന്മാർക്ക് വർത്തമാനം പറയാൻ ഇവർ കോമഡി എന്നാൽ പിള്ളേർ കളിക്കട്ടാന്നും പറഞ്ഞുള്ള ഒരു സംഭവത്തിൽ ഒരു റൂമും തന്ന് ഞങ്ങളവിടെ ഇട്ടേക്കുക. ഇപ്പോൾ അവിടെ ഒരു കടയിൽ പോയി ഭക്ഷണമൊക്കെ കഴിക്കും, വന്ന് ഞങ്ങളുടെ ട്രൂപ്പിൽ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിൽ പോകും. അങ്ങനെ അതൊരു വലിയ ഓർമ്മിച്ച വലിയ സംഭവം. നാസർക്ക മറക്കാൻ പറ്റാത്ത ഒരു പേരാ. ചില സമയത്ത് ഈ ഒരുപാട് വെപ്രാളത്തിൽ മറന്നു പോകുന്ന മെയിൻ ആളുകളൊക്കെ മറന്നു പോകുമല്ലോ, പറച്ചിലിൽ പിന്നീട് ഓർക്കും. അങ്ങനെ നാസർക്കയുടെ ഇതിൽ പ്രൊഡക്ഷനിൽ നമ്മൾ പ്രോഗ്രാമിനൊക്കെ പോയി ചെല്ലുന്നിടത്തൊക്കെ എന്തോ ദൈവാദിനം കൊണ്ട് പരിപാടിയൊക്കെ കുഴപ്പമില്ലാണ്ട് പോവുക. ഷൈജോടിമാലി അന്ന് പാട്ട് പാടുന്ന ഒരു മേഖല. പിന്നെ ഞങ്ങളുടെ ശശി ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ, ശശി അണ, അടിമാലിലുള്ള ആശാൻ. അദ്ദേഹം പുള്ളിയുടെ മിമിക്രിയൊക്കെ കണ്ടാൽ ഞങ്ങൾ അടിമാലിയിൽ തുടക്കം കുറിക്കണേ. പുള്ളിയൊക്കെ പപ്പു ചേട്ടൻ്റെ ശബ്ദം, MGR
അല്ല ശിവാജി ഗണേശൻ ഇവരൊക്കെ ശബ്ദം ചെയ്യുന്ന ആൾ. നാട്ടിലൊരു കലാകാരൻ ഉണ്ടാവുമല്ലോ, ഏത് നാട്ടിലും പുറം ലോകം കാണാത്തൊരു കലാകാരൻ ഉണ്ടാവും. അതൊക്കെ ആയിരിക്കും നമ്മുടെ പ്രചോദനം. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ആദ്യത്തെ ഒരു കലാകാരൻ, ഞാൻ കലാഫീൽഡിലേക്ക് ഇറങ്ങിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കണ കാലത്ത് എൻ്റെ നാട്ടിൽ അദ്ദേഹം ഡാൻസ് മാഷായിരുന്നു. എൻ്റെ ഒരു രവിച്ചേട്ടൻ എന്ന് പറയും. പുള്ളി ആദ്യമായിട്ടാണ് ഒരാണ് പെൺവേഷം കെട്ടി പുള്ളി അങ്ങനെ നടക്കും, സാരി ഉടുത്തൊക്കെ നടക്കുള്ളൂ. അത് ഇപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂവിലൊരു പറയണ രവിച്ചേട്ടൻ തടത്തിൽ എന്നാണ് രവിച്ചേട്ടൻ്റെ പേര്, വീട്ടുപേര്. ഇപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ ആദ്യമായി കാണുന്ന ഒരു കലാകാരൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു കലാകാരൻ, പുള്ളി ഡാൻസ് പഠിപ്പിക്കാൻ പോവുക. പുള്ളിൻ്റെ ഈ ഓണം ഒക്കെ ഉള്ള സ്ഥലത്ത് ഈ സ്റ്റേജ് വരുമ്പോൾ അന്നത്തെ അവിടെ ഇടുക്കി ജില്ല വിട്ട് പോകാത്തവനൊക്കെ അമേരിക്കയിലാന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ സിസറ് ചുരുട്ടി വലിച്ചിട്ട് പണ്ടത്തെ നാടകം ഉണ്ടല്ലോ, അപ്പോൾ ആ നാടകം കളിക്കും. പുള്ളിയുടെ ഒരു ബാല ഉണ്ടാവും. ഈ ബാലയിൽ പരമശിവനൊക്കെ ഞാനാ, എന്നെയൊക്കെ കാണണം. ഇത് ഒരു വല്ല സഭ. രവിച്ചേട്ടനെയും ഞാൻ കണ്ട ബിനു അടിമാലി കണ്ട ആദ്യത്തെ കലാകാരൻ തടത്തിൽ രവിച്ചേട്ടൻ. അതാ സത്യം പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം, കാണുന്ന കലാകാരൻ. അപ്പം അത് രവിച്ചേട്ടൻ ഈ അവസരത്തിൽ വലിയൊരു പ്രണാമം. അപ്പം രവിച്ചേട്ടനെ അദ്ദേഹം ഇപ്പോഴും ആ പഴയ ഒരു ഇപ്പോഴും ആ ഗ്രാമത്തിൽ ഇപ്പോഴും ഞങ്ങളൊക്കെ എനിക്ക് എൻ്റെ പല ഒരു സന്ദർഭങ്ങളിൽ ഈ ഓണത്തിന് ഒക്കെയാണല്ലോ അവിടെ സ്റ്റേജ് കിട്ടുള്ളൂ. ഞാനിപ്പോൾ എനിക്കൊരു ഷോ ചെയ്തിട്ട് രവിച്ചേട്ടനൊരു ട്രോഫി കൊടുക്കണം എന്ന് എൻ്റെ ഒരു മനസ്സിൽ ഏറ്റവും വലിയ ഇതുവരെ നടന്നിട്ടില്ല. അതെൻ്റെ മനസ്സിൽ വീട്ടാതെ കിടക്കുന്ന ഒരു കട. അത് ഞാൻ പറഞ്ഞിട്ട് ചെയ്യണമല്ല എൻ്റെ ശരി. എങ്കിലും ആ പുള്ളീനെ ഞാൻ പല ഇൻ്റർവ്യൂകളും പറഞ്ഞെങ്കിൽ നമ്മളിപ്പോഴും ഓർത്തിട്ടില്ല. പല കാര്യങ്ങളും പല വിഷയങ്ങളാണല്ലോ. നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ ആ രീതിക്കായിരുന്നല്ലോ, നമ്മുടെ വന്ന വരവ് വിഷയം. അപ്പം ഞങ്ങൾ ഇങ്ങനെ അന്നും പുള്ളി ഇവിടുന്ന് കോതമംഗലം വരെ നടന്നേ പോകുള്ളൂ. അങ്ങനത്തെ ഒരു ഞാൻ ഇടയ്ക്കൊക്കെ യാദൃച്ഛികമായി ചെല്ലുമ്പോൾ പുള്ളി അതിൽ അങ്ങൊന്ന് നടന്നു വരുമ്പോൾ നമ്മൾ പണ്ട് താമസിച്ച സ്ഥലത്തല്ല ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്, അടിമാലിലൊക്കെ വെച്ചാണ് ഞാൻ ഇറങ്ങി കൈ കൊടുത്ത് സംസാരിച്ചിട്ട് ഇപ്പോഴും പോകാറുള്ളൂ. അതുപോലെ മരിച്ചുപോയ കലാഫീൽഡിൽ ഞങ്ങളുടെ ഒരു രാജു സാറെന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു, അടിമാലി സ്കൂളിലെ സാറ. പുള്ളി കലാപരമായിട്ട് പിള്ളേരെ ഏറ്റവും കൂടുതൽ എനിക്ക് അതിൻ്റെ ഇപ്പം ഇവിടെ ഇരിക്കാനും ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ ഉള്ളൊരു ഇതുകൂടെ കിട്ടിയതൊക്കെ രാജു സാറിൻ്റെയൊക്കെ ഈ തുടക്കകാലത്തെ സ്കൂളിലെ പ്രചോദനങ്ങളാണല്ലോ. സാറ് മരിച്ചുപോയി. അന്നും ഭയങ്കര സ്നേഹവും പ്രോത്സാഹനങ്ങൾ തന്ന, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ആരൊക്കെയാണ് ഉള്ളതെന്ന്, കറങ്ങി അവിടത്തേക്ക് രവിച്ചേട്ടനിലേക്ക് എത്തി അല്ലേ, സാറിലേക്ക് എത്തി. ഇത് കേൾക്കുമ്പോൾ പുള്ളിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷമായിരിക്കും. തീർച്ചയായിട്ടും. അല്ല, നമ്മൾ ഇന്നും എവിടെ വളർന്നാലും നമ്മളാ പുറകോട്ട് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തിയ ആ പേര് എപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ മിമിക്രിയിലേക്ക് എത്തിച്ചില്ലെങ്കിലും ഞാൻ ആദ്യം കാണുന്ന ഒരു കലാകാരനാണ്. അതെ, അതാണ് ചേട്ടൻ. അദ്ദേഹത്തിലൂടെയാണ് നമ്മൾ കല എന്താന്ന് പഠിക്കുന്നത് അല്ലേ. ഒരു ഡാൻസാണ്, പക്ഷെ നമ്മുടെ മേഖല അതല്ലേ പോലും നമ്മൾ ആദ്യമായിട്ടൊരു കലാകാരനെ കാണുന്നത് ചേട്ടനിലൂടെയാണ്. പുള്ളി ബാലയൊക്കെ എടുത്തിട്ട് ചിരിക്കാനോ ചിരിക്കേ ചെയ്യാവും. ഞാനൊക്കെ പരമശിവനായിട്ട് നിന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അന്നെന്ന് പറഞ്ഞാൽ കവളൊക്കെ ഒട്ടിയിട്ട് ഈ കവള് രണ്ടും ഉള്ളിൽ കൂട്ടി മുട്ടും, ആ രീതിയിൽ കവള് ഒട്ടിയിരിക്കണം. എന്നിട്ട് പരമശിവൻ ചെയ്യണം. ആ സമയത്തൊക്കെയാണ് നമ്മളെ കൊണ്ട് പുള്ളി വേഷം കെട്ടിക്കണേ. പുള്ളിയുടെ ഉള്ളിൽ ആരും വിളിച്ചാൽ കിട്ടില്ല, ലാസ്റ്റ് തിരിവായ നമ്മളെയൊക്കെ കിട്ടുള്ളൂ. നമ്മൾ ഉള്ളിൽ കല കിടക്കണുണ്ടോ പരമശിവൻ എന്ന് പറഞ്ഞാൽ മെയിൻ ക്യാരക്ടറാണല്ലോ. അതുകൊണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യും. അപ്പോഴും ഓർത്ത് വരിക. ഈ അവസരത്തിൽ ഓർക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ വന്ന വഴികളാണല്ലോ ഞാൻ ചോദിച്ചത്. ബിനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നത് നമ്മൾ പല ഇതിലൊന്ന് വീണ് പോയപ്പോഴും അല്ലെങ്കിൽ നമ്മൾ കൈപിടിച്ച് ഉയർത്തിയെന്ന് ചോദിക്കുമ്പോൾ പറയേണ്ടവരുടെ പേര് പറയാതെ പോകാൻ പറ്റില്ലല്ലോ. ഒരുപാടാണ്. ഒരിക്കലും രവിച്ചേട്ടന് എന്നും മനസ്സിലുണ്ടെങ്കിൽ പറയാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇത്രയും ഇൻ്റർവ്യൂ കലാഫീൽഡിൽ വന്നിട്ട് ചെയ്തിട്ട് ആ രവിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു പേര് എനിക്കിപ്പോഴാണ് പറയാൻ കഴിഞ്ഞത്, എനിക്കിപ്പോഴാണ് പറയാൻ കിട്ടിയത്.
അത് ഒരു വലിയ കാര്യം. നമ്മൾ പഴയ യാത്രയിലേക്കാണ് പോയത്. ഇപ്പോൾ ഉള്ള യാത്രയല്ല, നമ്മൾ പഴയ യാത്ര ചെയ്തപ്പോൾ അവരെ കിട്ടുന്നത്. അതെ 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 അതെ. അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയുണ്ട്, പുതിയ സിനിമ ഏതാണ്, ഏതെന്താണ്, അല്ലെങ്കിൽ വിവാദം എന്താണ്, അതല്ലല്ലോ നമ്മളിവിടെ ചോദിക്കുന്നത്. നമ്മൾ വേറെ റൂട്ടിലേക്ക് പോയപ്പോൾ അത് കിട്ടിയെന്നുള്ളതാണ്. എന്തായാലും കുറേ സമയം ചിലവഴിച്ചു ബിനു, തിരക്കുകളുണ്ട്. പുതിയ സിനിമയൊക്കെ ഏതാണ്? 916 കുഞ്ഞൂട്ടൻ എന്നും പറഞ്ഞൊരു സിനിമ, പക്കുറിച്ചേട്ടൻ നായകനായിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ഇത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ ഡബ്ബിങ് കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്നു. ഒരുപാട് നല്ല സുഹൃത്തുക്കളും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഉള്ള ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഒരു കോമഡി കേൾക്കാതെ പോയാൽ പിന്നെ നമ്മൾ കോമഡി പറയില്ല. അപ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു പ്രോത്സാഹനം അത്. അതെ 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 അതെ. അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാതെ ഒക്കെ പോകുന്നു. വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ അവിടെയും നമ്മൾ ഒരുപാട് പേര് വിളിച്ചു, എടാ നീ എന്താ, നമുക്കറിയാം, എല്ലാം മനസ്സിൽ വെക്കുക, എല്ലാം ദൈവം കാണുന്നുണ്ട് എന്ന് പറഞ്ഞൊക്കെ പോകണു. അങ്ങനെ ഓരോ സന്തോഷങ്ങളൊക്കെ ആയിട്ട്. സ്റ്റേജ് ഷോ ഒക്കെ ഞാൻ ചെറിയൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു USA. ഞാൻ വന്നേ. ഓഹോ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ട്രിപ്പ് USA. അടിമാലിയിൽ നിന്ന് മറ്റേ വെള്ളത്തോളൂ അല്ലേ? അല്ല, അത് നമ്മൾ ആദ്യം ഒരു കാര്യം പറഞ്ഞത്, ഞാൻ രസികരാജാനമ്പറം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യുന്നത്. അതിനകത്ത് ബാബു ചേട്ടൻ, പുള്ളിയൊക്കെ അതിനകത്ത് കോർഡിനേറ്റർ, ജസ്റ്റിൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു ഡയറക്ടർ. ബാബു ചേട്ടൻ നമുക്ക് ആരെയൊക്കെ കൊണ്ടുപോകണം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഒരു ഷോയാണ് രസികരാജാനമ്പറം. അപ്പം അതിനകത്ത് എൻ്റെ പേരും കൂടെ ബിനു ഒക്കെ വന്നാൽ രസമായിരിക്കും എന്ന് തോന്നിക്കാൻ അവരുടെ മനസ്സിൽ തോന്നിച്ചു. നമ്മൾ അന്നും അവരോട് പെരുമാറുന്ന പെരുമാറ്റങ്ങളും സ്നേഹങ്ങളും ബഹുമാനങ്ങളും ഇപ്പോഴും അവരോടുള്ളതുകൊണ്ട് അവരാ ട്രിപ്പ്, അത് ഈ നമ്മൾ ഈ സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്തും നമുക്ക് നറുക്ക് വീണു നമ്മളെ കൊണ്ടുപോയി നടക്കുമ്പോഴും. അപ്പം പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരുപാട് പേര് വന്ന് നമ്മളെ തോളത്ത് തട്ടി പറഞ്ഞു, വേറൊന്നും ഇവിടുത്തെ കാര്യങ്ങളൊന്നുമല്ല അവർ പറയണേ, ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. നമുക്കതുപോലെ ഒരുപാട് പേര് നമ്മുടെ ഈ തോളത്ത്, ഈ പല തട്ടിലും പല അർത്ഥങ്ങളാണ്. അത് ഏതർത്ഥത്തിലാണ് ആ തട്ടുന്നത്? നമ്മുടെ ഉള്ള സ്നേഹം, ബഹുമാനം, ഇഷ്ടം, ആരാധന എന്നും പറയുന്നില്ല. അവർ നമ്മളെ, ഞങ്ങൾ ഫാമിലിയായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയിൽ നിങ്ങളുടെ മുഖവും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തന്നെയല്ലേ ഏറ്റവും വലിയ ഭാഗ്യം ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ. തീർച്ചയായിട്ടും പോകുന്നു. യാത്ര തുടരുക, ഒന്നും ചിന്തിക്കേണ്ട, യാത്ര തുടരുക. എന്നും സ്നേഹിക്കുന്ന പ്രേക്ഷകർ കൂടെ ഉണ്ടാവും. ഇത്രയും നല്ലൊരു സംഘടന കൂടെ ഉണ്ട്. ഈ സംഘടനയാണ് നിങ്ങളുടെ എല്ലാം ബലം. ആ സംഘടനയുടെ കൂടെയുള്ള യാത്രയിൽ ഞങ്ങളും പങ്കുചേർന്നിരിക്കുകയാണ്. ഇന്നു മുതൽ ഇനിയുള്ള യാത്രയിലും കൂടെ ഉണ്ടാവും. ഒത്തിരി സന്തോഷം.